വിന്റർഫെല്ലിലെ തണുത്തുറഞ്ഞ മുറിയിൽ സാൻസ തന്റെ കണ്ണാടിയിൽ നോക്കി നിൽക്കുകയായിരുന്നു. വാതിലിൽ ഒരു മുട്ടുകേട്ട് അവൾ ചെന്നു തുറന്നപ്പോൾ മൈരാൻഡയായിരുന്നു അവിടെ നിന്നിരുന്നത്. നിനക്കെന്താണ് വേണ്ടതെന്ന് അവൾ ചോദിച്ചു. നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം തയ്യാറാക്കാൻ ലോർഡ് റാംസേ എന്നെ അയച്ചതാണെന്നും പുതിയ ഭർത്താവിന് മുന്നിൽ വൃത്തിയോടെ ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നും അവൾ ചോദിച്ചു. കുളിക്കുന്നതിനിടയിൽ മൈരാൻഡ സാൻസയുടെ മുടിയിലെ കറുത്ത ചായം കഴുകിക്കളയുകയായിരുന്നു. നിങ്ങൾ വളരെ സുന്ദരിയാണെന്നും എന്നാൽ അവനെ എപ്പോഴും സന്തോഷിപ്പിക്കണമെന്നും അവൾ പറഞ്ഞു. റാംസേയ്ക്ക് പെട്ടെന്ന് മടുപ്പുവരുമെന്നും മറ്റുള്ളവരെപ്പോലെ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലല്ലോ എന്നും അവൾ പറഞ്ഞു. മറ്റുള്ളവരോ? ആരെക്കുറിച്ചാണ് നീ പറയുന്നതെന്ന് സാൻസ ചോദിച്ചു. താൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ലെന്നും നിങ്ങളുടെ യഥാർത്ഥ മുടിയുടെ നിറം തിരികെ വന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും അവൾ വിഷയം മാറ്റാൻ ശ്രമിച്ചു. ആരെക്കുറിച്ചാണ് നീ പറഞ്ഞതെന്ന് സാൻസ വീണ്ടും ചോദിച്ചു. കീറ എന്നൊരു പെൺകുട്ടിയുണ്ടായിരുന്നു, ഒരു ഇരുമ്പുപണിക്കാരന്റെ മകൾ. നിങ്ങളെപ്പോലെ ഉയരമുള്ളവളും സുന്ദരിയുമായിരുന്നു. പക്ഷേ അവൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ റാംസേയ്ക്ക് അത് മടുത്തു. പിന്നെ വയലറ്റ് ഉണ്ടായിരുന്നു, മനോഹരമായ സ്വർണ്ണമുടിയുള്ളവൾ. എന്നാൽ അവൾ ഗർഭിണിയായപ്പോൾ അതൊരു മടുപ്പായി മാറി. പിന്നെ തംസെ, വളരെ പാവം പെൺകുട്ടി. നിന്റെ പേരെന്താണെന്ന് സാൻസ ശാന്തമായി ചോദിച്ചു. മൈരാൻഡ എന്ന് അവൾ മറുപടി നൽകി. താൻ വിന്റർഫെല്ലെ സാൻസ സ്റ്റാർക്കാണെന്നും ഇതെന്റെ സ്വന്തം വീടാണെന്നും നിനക്കെന്നെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്നും അവൾ ധീരതയോടെ പറഞ്ഞു. നിങ്ങളുടെ കുളി കഴിഞ്ഞോ എന്ന് ചമ്മലോടെ മൈരാൻഡ ചോദിച്ചു. നീ പുറത്തു പോകൂ, ബാക്കി ഞാൻ സ്വന്തമായി ചെയ്തുകൊള്ളാമെന്ന് സാൻസ ആജ്ഞാപിച്ചു. പിറ്റേന്ന് രാവിലെ മുറിക്ക് പുറത്ത് മഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. വാതിലിൽ ഒരു മുട്ട് കേട്ടപ്പോൾ ആരാണെന്ന് അവൾ ചോദിച്ചു. തിയോണായിരുന്നു അത്. നിങ്ങളെ ഗോഡ്സ്വുഡിലേക്ക് കൊണ്ടുപോകാൻ താൻ വന്നതാണെന്ന് അവൻ ഭയത്തോടെ പറഞ്ഞു. തന്റെ കയ്യിൽ പിടിക്കാമോ എന്ന് അവൻ ചോദിച്ചു. ഇല്ല എന്ന് അവൾ തീർത്തു പറഞ്ഞു. ലോർഡ് റാംസെയാണ് തന്നോടങ്ങനെ ചെയ്യാൻ പറഞ്ഞതെന്ന് അവൻ പറഞ്ഞു. താൻ നിന്നെ തൊടാൻ പോകുന്നില്ലെന്ന് അവൾ പറഞ്ഞു. ദയവായി അങ്ങനെ പറയരുതെന്നും അവൻ എന്നെ ശിക്ഷിക്കുമെന്നും തിയൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ നിന്നെ എന്തു ചെയ്താലും എനിക്കെന്താണെന്ന് ചോദിച്ചുകൊണ്ട് സാൻസ അവനെ കൂട്ടാതെ പുറത്തേക്ക് നടന്നു. ഗോഡ്സ്വുഡിലേക്കുള്ള വഴിയിൽ മഞ്ഞു വീണ് കിടന്നിരുന്നു. റാംസെ തന്റെ അച്ഛനൊപ്പവും ബോൾട്ടൺ സൈനികർക്കൊപ്പവും അവർക്കായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. റൂസ് ബോൾട്ടൺ മുന്നോട്ട് വന്നു. പഴയ ദൈവങ്ങൾക്ക് മുന്നിലേക്ക് ഈ രാത്രി ആരാണ് വരുന്നത് എന്ന് അയാൾ ചോദിച്ചു. ഹൌസ് സ്റ്റാർക്കിലെ സാൻസ ആണ് വിവാഹത്തിനായി വന്നിരിക്കുന്നതെന്ന് തിയോൺ പറഞ്ഞു. അവളെ അവകാശപ്പെടാൻ ആരാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ റാംസെ മുന്നോട്ട് വന്നു. ഹൌസ് ബോൾട്ടണിലെ റാംസി, ഡ്രെഡ്ഫോർട്ടിന്റെയും വിന്റർഫെല്ലിന്റെയും അവകാശി. അവളെ കൈപിടിച്ചു നൽകുന്നത് ആരാണെന്ന ചോദ്യത്തിന് അവളുടെ അച്ഛന്റെ സംരക്ഷണയിലായിരുന്ന ഹൌസ് ഗ്രേജോയിലെ തിയോൺ ആണെന്ന് അവൻ മറുപടി നൽകി. ലേഡി സാൻസ, നിങ്ങൾ ഈ മനുഷ്യനെ സ്വീകരിക്കുന്നുണ്ടോ എന്ന് റൂസ് ചോദിച്ചു. നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം താൻ ഇയാളെ സ്വീകരിക്കുന്നുവെന്ന് അവൾ വേദനയോടെ പറഞ്ഞു. അത് കേട്ട് റാംസെ പുഞ്ചിരിച്ചു. കാസിൽ ബ്ലാക്കിന്റെ മുകളിൽ കനത്ത മഞ്ഞുവീഴ്ച തുടരുകയായിരുന്നു. കൊടുന്തണുപ്പിൽ വിറയ്ക്കുന്ന നൈറ്റ്സ് വാച്ചിലെ കാവൽക്കാർ തങ്ങളുടെ കുതിരകളെ യാത്രയ്ക്കായി സജ്ജമാക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങകലിൽ നിന്നും ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ ടോർമണ്ടിനെ കാവൽക്കാർ ജോണിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ജോണിന്റെ കണ്ണുകളിൽ വരാനിരിക്കുന്ന വലിയൊരു ദൗത്യത്തിന്റെ ഭാരം നിഴലിച്ചിരുന്നു. അവൻ ടോർമണ്ടിനെ തന്നെ നോക്കി നിന്നു. വൈൽഡ്ലിങ്ങുകളും നൈറ്റ്സ് വാച്ചും തമ്മിലുള്ള കാലങ്ങളായുള്ള ശത്രുതയുടെ ഓർമ്മകൾ ആ നിമിഷത്തിൽ അവിടെ തളം കെട്ടിനിന്നു. ജോൺ പതുക്കെ തലയാട്ടി സമ്മതം നൽകി. തുടർന്ന് അവനെ അവിടെ നിന്നും മാറ്റിക്കൊണ്ടുപോയി. ജോൺ വളരെ പതുക്കെ നടന്ന് ആലിസറിന്റെ അടുത്തേക്കെത്തി. അവിടെ കനത്ത ഒരു നിശബ്ദത രൂപപ്പെട്ടിരുന്നു. ആലിസറിന്റെ കണ്ണുകളിൽ വിയോജിപ്പും ദേഷ്യവും പ്രകടമായിരുന്നു. ഈ ദൗത്യം ആത്മഹത്യാപരമാണെന്ന ചിന്ത അയാളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. ജോൺ ആ നിശബ്ദതയെ മുറിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. ഫസ്റ്റ് റേഞ്ചർ, ഇനി മുതൽ കാസിൽ ബ്ലാക്കിന്റെ പൂർണ്ണ ചുമതല താങ്കൾക്കാണ് എന്ന് ജോൺ പറഞ്ഞു. അതുകേട്ടയുടനെ അലൈസർ തന്റെ മനസ്സിലുള്ള എതിർപ്പ് മറച്ചുവെക്കാതെ വളരെ പരുഷമായ സ്വരത്തിൽ മറുപടി നൽകി. ലോർഡ് കമാൻഡർ, ഈ ദൗത്യം തികച്ചും അവിവേകവും ബുദ്ധിശൂന്യവുമാണെന്ന് നിങ്ങളെ അറിയിക്കേണ്ടത് എന്റെ കടമയാണ്. വൈൽഡിങ്ങുകളോട് യുദ്ധം ചെയ്ത് മരിച്ചുവീണ എല്ലാ സഹോദരങ്ങൾക്കും ഇതൊരു വലിയ അപമാനമാണ് എന്ന് അലൈസർ പറഞ്ഞു. അവർ സംസാരിക്കുന്നതെല്ലാം വളരെ അകലെ മാറി നിന്ന് ഓലി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകളിൽ സ്വന്തം കുടുംബത്തെ കൊന്നൊടുക്കിയവരോടുള്ള അടങ്ങാത്ത പകയും ജോണിനോടുള്ള കടുത്ത നിരാശയും നിഴലിച്ചിരുന്നു. ജോൺ ഒരു ദീർഘനിശ്വാസമെടുത്തു. എല്ലായ്പ്പോഴുമെന്ന പോലെ നിങ്ങളുടെ ഈ സത്യസന്ധതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് ജോൺ പറഞ്ഞു. സാമിന്റെ മുഖത്ത് തന്റെ പ്രിയ സുഹൃത്തിനെ പിരിയുന്നതിന്റെ സങ്കടമുണ്ടായിരുന്നു. സുരക്ഷിതമായ ഒരു യാത്രയുണ്ടാകട്ടെ ലോർഡ് കമാൻഡർ എന്ന് സാം പറഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ സാം തന്റെ കയ്യിലുണ്ടായിരുന്ന തുണിയിൽ പൊതിഞ്ഞ ഒരു ചെറിയ കെട്ട് ജോണിന് നേരെ നീട്ടി. അതിൽ ഡ്രാഗൺ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ആയുധങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു. ഞാൻ ആ വൈറ്റ് വാക്കറെ കൊല്ലാൻ ഉപയോഗിച്ചത് ഇതാണ്. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സാം പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു എന്ന് ജോൺ പറഞ്ഞു. അവർ പരസ്പരം ആലിംഗനം ചെയ്തു. തുടർന്ന് ജോൺ തന്റെ കുതിരപ്പുറത്ത് കയറി ടോർമണ്ടിന്റെ ഒപ്പം ആ മഞ്ഞുവീഴ്ചയിലൂടെ അകലേക്ക് യാത്രയായി. മറുവശത്ത് കാസിൽ ബ്ലാക്കിനുള്ളിലെ മേസ്റ്റർ ഏമോണിന്റെ മുറിയിൽ മരണത്തിന്റെ ഗന്ധം തളം കെട്ടി നിന്നിരുന്നു. രോഗശയ്യയിലായ ഏമോൺ തന്റെ പഴയകാല ഓർമ്മകളുടെ ലോകത്തായിരുന്നു. അദ്ദേഹം തന്റെ ഓർമ്മകളിലൂടെ സഹോദരനെ തിരയുകയായിരുന്നു. അതാ അവൻ അവിടെയുണ്ട്. ആ ചിരി, എന്റെ കുഞ്ഞനുജൻ എഗ് അങ്ങനെയാണ് ചിരിച്ചിരുന്നത്. അവനെക്കുറിച്ച് ഞാൻ ആദ്യം ഓർക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് അതാണ് എന്ന് ഏമോൺ പറഞ്ഞു. ഇത് കേട്ട് ഒന്നും മനസ്സിലാകാതെ ഗില്ലി അത്ഭുതത്തോടെ സാമിനെ നോക്കി.
അത് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ ഏഗോണാണ്. അവനാണ് പിന്നീട് രാജാവായി മാറിയത് എന്ന് സാം പറഞ്ഞു. രാജാവാകുന്നതിനു മുൻപ് അവൻ വളരെ സന്തോഷവാനായ ഒരു കുട്ടിയായിരുന്നു. ഇതാ ഇവനെപ്പോലെയെന്ന് തന്റെ അടുത്തുള്ള കുഞ്ഞിനെ നോക്കി ഏമോൺ പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് ആ വയോധികന്റെ മുഖത്തെ ഭാവങ്ങൾ മാറി. ഭയം അദ്ദേഹത്തെ പിടികൂടി. അദ്ദേഹം വല്ലാതെ പരിഭ്രാന്തനായി കാണപ്പെട്ടു. വൈകുന്നതിനു മുൻപ് ഈ കുഞ്ഞിനെയും കൊണ്ട് നീ തെക്കോട്ടു പോകണം എന്ന് ഏമോൺ പറഞ്ഞു. ഗില്ലിയുടെ കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. വയോധികനായ അദ്ദേഹം തന്റെ മരണക്കിടക്കയിൽ കിടന്ന് വീണ്ടും സഹോദരനെ വിളിച്ചു. നിന്റെ അമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ട് എഗ് എന്ന് ഏമോൺ പറഞ്ഞു. നീ പോയി കുറച്ചുനേരം ഉറങ്ങൂ, നാളെ നിനക്ക് അദ്ദേഹത്തിനു വേണ്ടി സംസാരിക്കേണ്ടിവരും എന്ന് ഗില്ലി പറഞ്ഞു. അതിനുള്ള സമയം ആയോ എന്ന് നിനക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ലല്ലോ എന്ന് സാം പറഞ്ഞു. നീ പോയി ഉറങ്ങൂ, അദ്ദേഹത്തെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഗില്ലി പറഞ്ഞു. ഞാൻ കൂടെയുണ്ടാകും, അദ്ദേഹം എന്നും എന്നോട് വലിയ സ്നേഹമാണ് കാണിച്ചിട്ടുള്ളത്. ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ തനിച്ചാക്കി പോകാൻ എനിക്ക് കഴിയില്ല എന്ന് സാം പറഞ്ഞു. അപ്പോഴേക്കും കൂടുതൽ പരിഭ്രാന്തനായ ഏമോൺ വീണ്ടും പിച്ചും പേയും പറയാൻ തുടങ്ങി. ഞാൻ വയസ്സനായതായി സ്വപ്നം കണ്ടു എന്ന് ഏമോൺ പറഞ്ഞു. അവിടെ ആ വലിയ മനുഷ്യന്റെ ശ്വാസം എന്നേക്കുമായി നിലച്ചു. പിറ്റേന്ന് മുറ്റത്ത് ഒരുക്കിയിരിക്കുന്ന ചെതയ്ക്കു ചുറ്റും എല്ലാവരും ഒത്തുകൂടി. തണുത്ത കാറ്റ് എല്ലാവരുടെയും മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഏമോൺ ടാർഗാരിയൻ എന്നായിരുന്നു എന്ന് സാം പറഞ്ഞു. കിങ്സ് ലാൻഡിംഗിൽ നിന്നുമാണ് അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നത്. നൈറ്റ്സ് വാച്ചിലെ വിശ്വസ്തനായ ഒരു സഹോദരൻ, അദ്ദേഹത്തെക്കാൾ ബുദ്ധിമാനും ദയാലുവുമായ മറ്റൊരു മനുഷ്യനുമില്ല എന്ന് സാം പറഞ്ഞു. വർഷങ്ങൾക്കിടയിൽ ഒരുപാട് ലോർഡ് കമാൻഡർമാർ വന്നുപോയി. അവർക്കെല്ലാം ഉപദേശങ്ങൾ നൽകാൻ അദ്ദേഹം ഇവിടെയുണ്ടായിരുന്നു. ഡ്രാഗണിന്റെ രക്തമായിരുന്നു അദ്ദേഹത്തിന്റേത്. എന്നാൽ ഇപ്പോൾ ആ തീ അണഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കാവൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് സാം പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാവൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ള സഹോദരങ്ങളും ഏറ്റുചൊല്ലി. സാം തന്റെ കയ്യിലുണ്ടായിരുന്ന തീപ്പന്തം കൊണ്ട് ആ ചിതയ്ക്ക് തീ കൊളുത്തി. തീജ്വാലകൾ ആകാശത്തേക്ക് ഉയർന്നു. മറുവശത്ത് സ്റ്റാനിസിന്റെ ക്യാമ്പിൽ കാര്യങ്ങൾ വളരെ പരിതാപകരമായിരുന്നു. കനത്ത മഞ്ഞുവീഴ്ചയിൽ കാഴ്ചകൾ പോലും വ്യക്തമല്ലാത്ത അവസ്ഥ. ഡാവോസ് തന്റെ കുതിരപ്പുറത്ത് ക്യാമ്പിലൂടെ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചകൾ ഭയാനകമായിരുന്നു. അവർ വല്ലാതെ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. ചുറ്റും മരണത്തിന്റെ നിഴൽ വീണു തുടങ്ങിയിരുന്നു. അദ്ദേഹം നേരെ സ്റ്റാനിസിന്റെ ടെന്റിലേക്ക് ചെന്നു. രാത്രിയിൽ മാത്രം 40 കുതിരകൾ ചത്തുപോയി. നേരമിരുട്ടുമ്പോഴേക്കും ഇനിയും ഒരുപാട് കുതിരകൾ ചാകുമെന്ന് ഡാവോസ് പറഞ്ഞു. നമ്മുടെ കയ്യിലെ ഭക്ഷണം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഞ്ഞ് മാറാതെ നമുക്ക് പുതിയ സപ്ലൈകൾ എത്തിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വേറെ എന്തൊക്കെയുണ്ട് എന്ന് സ്റ്റാനിസ് ചോദിച്ചു. ഇന്നലെ രാത്രി സ്റ്റോം ക്രൂസ് സൈന്യം ഇവിടുന്ന് പോയി. 500 ആളുകൾ ഉണ്ടായിരുന്നുവെന്ന് ഡാവോസ് പറഞ്ഞു. സ്റ്റാനിസ് തന്റെ മുന്നിലിരിക്കുന്ന ചെസ് ബോർഡിൽ നിന്നും ബറാത്തിയണിന്റെ ഒരു കരു എടുത്തുമാറ്റി. കൂലിപ്പട്ടാളക്കാർ അവർക്ക് സ്വർണത്തോട് മാത്രമാണ് കൂറ് എന്ന് സ്റ്റാനിസ് പറഞ്ഞു. നമുക്കിനിയും വിന്റർഫെല്ലിലേക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഈ കാലാവസ്ഥയിൽ നമുക്കൊരിടത്തേക്കും പോകാൻ കഴിയില്ല എന്ന് ഡാവോസ് പറഞ്ഞു. ഇതൊരിക്കലും നമുക്ക് അനുയോജ്യമായ സമയമല്ല. മഞ്ഞ് മാറുമ്പോൾ നമ്മൾ തിരികെ കാസിൽ ബ്ലാക്കിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് ഡാവോസ് പറഞ്ഞു. ഞാൻ കിങ്സ് ലാൻഡിംഗിൽ നിന്നും പിന്മാറിയതാണ് സർ ഡാവോസ്. വീണ്ടും ഞാൻ പിന്മാറിയാൽ ഒളിച്ചോടിയ രാജാവ് എന്ന പേര് എനിക്ക് വീഴും എന്ന് സ്റ്റാനിസ് പറഞ്ഞു. രാജാവേ എന്ന് ഡാവോസ് പറഞ്ഞു. ശീതകാലം വരികയാണ്. അതൊരു വെറും വാക്കല്ല, അതൊരു സത്യമാണ്. നമ്മൾ തിരികെ കാസിൽ ബ്ലാക്കിലേക്ക് പോയാൽ ഈ ശീതകാലം മുഴുവൻ അവിടെ കഴിയേണ്ടിവരും. ഈ ശീതകാലം എത്ര വർഷം നീളുമെന്ന് ആർക്കറിയാം എന്ന് സ്റ്റാനിസ് പറഞ്ഞു. എല്ലാം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നതാണ് എന്ന് ഡാവോസ് പറഞ്ഞു. ഇതാണ് ശരിയായ സമയം. ഞാൻ എല്ലാം പണയം വെക്കാൻ തയ്യാറാണ്. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ തോറ്റുപോയിരിക്കുന്നു. ഒന്നുകിൽ നമ്മൾ വിജയത്തിലേക്ക് മാർച്ച് ചെയ്യും, അല്ലെങ്കിൽ പരാജയത്തിലേക്ക്. എന്നാൽ നമ്മൾ മുന്നോട്ട് മാത്രമേ പോകൂ എന്ന് സ്റ്റാനിസ് പറഞ്ഞു. കൂടുതലൊന്നും പറയാനില്ലാതെ ഡാവോസ് ടെന്റിന്റെ പുറകിൽ നിൽക്കുന്ന മെലിസാൻഡ്രിയെ നോക്കി. അദ്ദേഹം അവിടെ നിന്നും പുറത്തേക്ക് പോയി. ഡാവോസ് പോയതിനുശേഷം സ്റ്റാനിസ് അവളോട് സംസാരിച്ചു. വർഷങ്ങളായി നിന്റെ ദർശനങ്ങളിലും പ്രവചനങ്ങളിലും ഞാൻ വിശ്വസിച്ചുവെന്ന് സ്റ്റാനിസ് പറഞ്ഞു. നിങ്ങൾ ആ തീജ്വാലകളിൽ നോക്കിയപ്പോൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതല്ലേ? ഞാൻ എന്താണ് കണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് സ്റ്റാനിസ് പറഞ്ഞു. നിങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങളിൽ തന്നെ വിശ്വാസമർപ്പിക്കൂ എന്നവൾ പറഞ്ഞു. എന്നിട്ട് നിനക്ക് നിന്നിൽ തന്നെ വിശ്വാസമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് അവൾ പറഞ്ഞു. നിനക്ക് ഉറപ്പാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ വിന്റർഫെല്ലിന്റെ കോട്ടമതിലുകളിലൂടെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കൊടികൾ താഴേക്ക് വീഴുന്നതും ഞാൻ കണ്ടുവെന്ന് അവൾ പറഞ്ഞു. ചെസ് ബോർഡിലിരുന്ന ശത്രുക്കളുടെ കരുക്കൾ അവൾ താഴേക്ക് മറിച്ചിട്ടു. ചിലപ്പോൾ വിജയമുറപ്പാക്കാൻ ചില ബലികൾ നൽകേണ്ടിവരും എന്ന് അവൾ പറഞ്ഞു. രാജകീയ രക്തത്തിന്റെ ശക്തി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതല്ലേ? റോബ് സ്റ്റാർക്ക്, ജോഫ്രി ബറാത്തിയോൺ എന്നിവരെ കണ്ടില്ലേ എന്നവൾ പറഞ്ഞു. റോബർട്ടിന്റെ അവിഹിത സന്തതികളൊന്നും ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ല, നമ്മുടെ കയ്യിൽ അതിനേക്കാൾ മികച്ച ഒരാളുണ്ട്, നിങ്ങളുടെ സ്വന്തം രക്തമോടുന്ന ഒരാൾ എന്ന് അവൾ പറഞ്ഞു. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ എന്ന് സ്റ്റാനിസ് ചോദിച്ചു. ഇത്രയൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് എന്നെ സംശയമാണോ എന്ന് അവൾ ചോദിച്ചു. വേറെ എന്തെങ്കിലും വഴിയുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരേയൊരു വഴി മാത്രമേയുള്ളൂ. വലിയ ഇരുട്ട് വരുന്നതിനു മുൻപ് നിങ്ങൾ രാജാവാകണം. മരിച്ചവർക്കെതിരെ ജീവിച്ചിരിക്കുന്നവരെ നയിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നിങ്ങളുടെ ജീവിതം മുഴുവൻ ഈ നിമിഷത്തിലേക്കാണ് നയിക്കപ്പെട്ടത് എന്നവൾ പറഞ്ഞു. അവൾ എന്റെ മകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അവൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. പുറത്തു പോകൂ എന്ന് സ്റ്റാനിസ് അലറി പറഞ്ഞു.
കാസിൽ ബ്ലാക്കിലെ വാഷ്റൂമിൽ ഗില്ലി തുണികൾ അലക്കുകയായിരുന്നു. അപ്പോഴാണ് നൈറ്റ്സ് വാച്ചിലെ സഹോദരങ്ങളായ ഡെറിക്കും ബ്രാൻഡും അവിടേക്ക് വന്നത്. അവരുടെ കണ്ണുകളിൽ കാമത്തിന്റെ വന്യതയുണ്ടായിരുന്നു. വടക്കു നിന്നുള്ള സുന്ദരി എന്ന് ഡെറിക് പറഞ്ഞു. നീ എങ്ങോട്ടാണ് പോകുന്നത്? ആ തടിയനേക്കാൾ സുന്ദരന്മാരല്ലേ ഞങ്ങൾ എന്ന് ബ്രാൻഡ് ചോദിച്ചു. ഇവൾ ശരിക്കും സുന്ദരിയാണോ, അതോ ഇവിടെയുള്ള ഒരേയൊരു പെണ്ണ് ഇവളായതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണോ എന്ന് ഡെറിക് ചോദിച്ചു. എനിക്കിവളെ ഒന്ന് ചുംബിക്കണം എന്ന് ബ്രാൻഡ് പറഞ്ഞു. ഒരേയൊരു ഉമ്മ മതിയെന്ന് ബ്രാൻഡ് പറഞ്ഞു. അവൾ വീണ്ടും അവിടെ നിന്നും പോകാൻ ശ്രമിച്ചു. എന്നാൽ അവർ അവളുടെ കയ്യിലിരുന്ന കുട്ട തട്ടിത്തെറിപ്പിച്ച് അവളെ അവിടെ തടഞ്ഞു നിർത്തി. ഇത്ര ധിക്കാരം കാണിക്കേണ്ട കാര്യമില്ല എന്ന് ബ്രാൻഡ് പറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് സ്നേഹം മാത്രമേ വേണ്ടൂ എന്ന് ഡെറിക് പറഞ്ഞു. ആ ശബ്ദം കേട്ടുകൊണ്ടാണ് സാം തന്റെ വാളുമായി അവിടേക്ക് ഓടിയെത്തിയത്. അവളുടെ ദേഹത്തു നിന്നും കൈമാറ്റൂ എന്ന് സാം പറഞ്ഞു. സഹോദരൻ ഡെറിക്, സഹോദരൻ ബ്രാൻഡ്, നിങ്ങൾക്കിന്ന് രാത്രി കാവൽ നിൽക്കേണ്ടതല്ലേ എന്ന് അവൻ ചോദിച്ചു. നീ ഈ വാളുകൊണ്ടെന്നെ കൊല്ലാൻ പോവുകയാണോ എന്ന് ബ്രാൻഡ് പരിഹസിച്ചു ചോദിച്ചു. അവന്റെ കൈകൾ വിറയ്ക്കുന്നത് നോക്കൂ എന്ന് ഡെറിക് പറഞ്ഞു. ഗില്ലി, നീ വേഗം പോകൂ, നിന്റെ മുറിയിൽ പോയി വാതിലടച്ചു ഇരിക്കൂ എന്ന് സാം പറഞ്ഞു. എന്നാൽ ഡെറിക് അവളെ തള്ളി താഴെയിട്ടു. ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് എന്ന് സാം പറഞ്ഞു. ധൈര്യമുണ്ടെങ്കിൽ വാടാ എന്ന് ഡെറിക് വിളിച്ചു പറഞ്ഞു. സാം വാളോങ്ങി വെട്ടിയെങ്കിലും അവർ അത് തടുത്തുമാറ്റി അവനെ കീഴ്പ്പെടുത്തി. ഡെറിക് അവന്റെ വയറ്റിൽ ശക്തമായി ഇടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. നീ നുണയനായ ഒരു പന്നിയാണ്. നീയാണോ വൈറ്റ് വാക്കറെ കൊന്നത്? എഴുന്നേൽക്കടാ എന്ന് ഡെറിക് പറഞ്ഞു. അവനൊരു പന്നിയാണ് എന്ന് അവൻ ഗില്ലിയോട് പറഞ്ഞു. അവനെ വെറുതെ വിടൂ എന്ന് നിലവിളിച്ചുകൊണ്ട് ഗില്ലി വാഞ്ഞെടുത്തു. എന്നാൽ അവൻ അവളെയും എളുപ്പത്തിൽ കീഴ്പ്പെടുത്തി. നല്ല വാശിയുള്ള ഒരു വൈൽഡ്ലിംഗ് പെണ്ണ് എന്നവൻ പറഞ്ഞു. സാം സാം എന്ന് ഗില്ലി ഉറക്കെ നിലവിളിച്ചു. ബോധം മറയുന്നതുവരെ അവർ അവനെ ക്രൂരമായി മർദ്ദിച്ചു. മതി, അവളെ പിടിക്കുകയെന്ന് ബ്രാൻഡ് പറഞ്ഞു. അവർ ഇരുവരും ചേർന്ന് ഗില്ലിയെ ബലമായി പിടിച്ചുവെച്ചു. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. അവളുടെ ദേഹത്തു നിന്നും കൈ മാറ്റാനാണ് ഞാൻ പറഞ്ഞത് എന്ന് സാം പറഞ്ഞു. നീ ഇന്ന് മരിക്കാൻ പോവുകയാണ് എന്ന് ബ്രാൻഡ് പറഞ്ഞു. നിന്നെ രക്ഷിക്കാൻ ആ ജോൺ സ്നോ ഇവിടെയില്ല എന്ന് ഡെറിക് പറഞ്ഞു. കാസിൽ ബ്ലാക്കിലെ ബെഡ്റൂമിൽ മങ്ങിയ വെളിച്ചത്തിൽ ഗില്ലി ഒരു തുണികൊണ്ട് സാമിന്റെ മുറിവുകൾ തുടച്ചുകൊടുക്കുകയായിരുന്നു. ഇനി മേലാൽ ഇതുപോലൊന്ന് കണ്ടാൽ നീ അതിൽ ഇടപെടരുത് എന്ന് ഗില്ലി പറഞ്ഞു. അവർ എന്താണ് ചെയ്യുകയെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് അവൻ പറഞ്ഞു. ഗോസ്റ്റ് വന്നില്ലായിരുന്നെങ്കിൽ അവർ നിന്നെ കൊന്നേനെ എന്ന് അവൾ പറഞ്ഞു. നിന്നെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ഓടിയൊളിച്ചാൽ ഞാൻ പിന്നെ എന്ത് മനുഷ്യനാണ് എന്ന് സാം ചോദിച്ചു. എന്ത് സംഭവിച്ചാലും എന്റെ കുഞ്ഞിനെ നീ നോക്കുമെന്ന് എനിക്ക് വാക്ക് തരണം എന്ന് ഗില്ലി പറഞ്ഞു. തീർച്ചയായും ഞാൻ നോക്കും, നിന്നെയും ഞാൻ നോക്കുമെന്ന് സാം പറഞ്ഞു. എനിക്ക് കുറച്ചുകൂടി വെള്ളം വേണം എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റു. സാം അവളുടെ കയ്യിൽ പിടിച്ചു. പോകരുത്, ദയവായി നിൽക്കൂ എന്ന് അവൻ പറഞ്ഞു. അവൾ അവനെ ചേർത്തുപിടിച്ച് ചുംബിക്കാൻ തുടങ്ങി. അവർ തങ്ങളുടെ പ്രണയത്തിന്റെ നിമിഷങ്ങളിലേക്ക് കടന്നു. വോലാന്റിസിലെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ അടിമകളെ വിൽക്കുന്ന ലേലം നടക്കുകയായിരുന്നു. വിയർപ്പും പൊടിയും നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ ഒരുപാട് മനുഷ്യരെ വിലപേശി വിൽക്കുകയായിരുന്നു. പോരാട്ടവേദികൾക്ക് പറ്റിയ അപൂർവമായ ഒരു മുതൽ ഇതാ എന്റെ സുഹൃത്തുക്കളെ. ഇവൻ സാധാരണ തെരുവിലെ കൊള്ളക്കാരനല്ല. ഇവൻ വളരെ പുരാതനമായ ഒരു തറവാട്ടിൽ നിന്നുള്ള വെസ്റ്ററോസി പോരാളിയാണ് എന്ന് മാൽക്കോ പറഞ്ഞു. സമുദ്രത്തിനപ്പുറത്ത് റോബർട്ട് രാജാവിനൊപ്പം പോരാടിയവനാണിവൻ. മഹാനായ ഖാൾ ഡ്രോഗോയെ ഒറ്റയ്ക്ക് നേരിട്ട് കൊന്നവനാണിവനെന്ന് അയാൾ കള്ളം പറഞ്ഞു. സ്വന്തം പെണ്ണിൽ നിന്നും ചതിവുപറ്റി കടം വീട്ടാൻ അടിമയായവനാണിവൻ. കൂട്ടത്തിൽ നിന്നും ഒരാൾ കൈയുയർത്തി. 13-14 ആർക്കെങ്കിലും വേണമോ എന്ന് മാൽക്കോ ചോദിച്ചു. വീണ്ടും ഒരു കൈയുയർന്നു. 15 ആർക്കെങ്കിലും 16 വേണമോ എന്ന് അയാൾ ചോദിച്ചു. മുൻനിരയിൽ നിന്നിരുന്ന ഒരാൾ ജോറഹിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം തന്റെ കൈയുയർത്തി. 20 എന്ന് ആ അടിമക്കച്ചവടക്കാരൻ പറഞ്ഞു. വിറ്റിരിക്കുന്നു എന്ന് മാൽക്കോ ഉറക്കെ പ്രഖ്യാപിച്ചു. അവർ ജോറായെ അവിടെ നിന്നും കൊണ്ടുപോയി. ഇത് കണ്ട ടിരിയൻ പരിഭ്രാന്തനായി. നിൽക്കൂ, നിങ്ങൾ എന്നെ കൂടി വാങ്ങണം എന്ന് ടിരിയൻ പറഞ്ഞു. എന്തിന് എന്ന് ആ കച്ചവടക്കാരൻ ചോദിച്ചു. ഞങ്ങളൊരു ടീമാണ്, ഞാനും മികച്ച ഒരു പോരാളിയാണ് എന്ന് ടിരിയൻ പറഞ്ഞു. ഇതുകേട്ട് ചുറ്റും നിന്നവർ ഉറക്കെ ചിരിച്ചു. ഇവൻ നല്ല തമാശക്കാരനാണ് എന്ന് മാൽക്കോ പറഞ്ഞു. ടിരിയനെ ചങ്ങലയിൽ പിടിച്ചിരുന്ന ആൾ അവനെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു. പെട്ടെന്ന് ടിരിയൻ തന്റെ ചങ്ങലകൾ ശക്തിയായി വലിച്ച് അയാളെ താഴേക്ക് വീഴ്ത്തി. ആ ചങ്ങലകൾ ഉപയോഗിച്ച് അവൻ അയാളെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. ടിരിയൻ അയാളുടെ തലയ്ക്ക് ആഞ്ഞു ചവിട്ടിയ ശേഷം കച്ചവടക്കാരനെ നോക്കി. ശരി, ഇവൻ നല്ല തമാശക്കാരനാണ് എന്ന് കച്ചവടക്കാരൻ പറഞ്ഞു. അയാൾ മാൽക്കോയ്ക്ക് നാണയങ്ങൾ നൽകി. പ്രഭോ, ഒരു കാര്യം പറഞ്ഞോട്ടെ. മെരീൻ ഇപ്പോൾ സ്വതന്ത്ര നഗരമായെന്ന് ഞാൻ കേട്ടു. നിങ്ങൾ അവിടെ പോയി അടിമകളെക്കൊണ്ട് പോരാട്ടം നടത്തിയാൽ വലിയ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് ശമ്പളം നൽകി സ്വതന്ത്രരായ മനുഷ്യരെക്കൊണ്ട് പോരാട്ടം നടത്തിയാൽ എന്ന് ടിരിയൻ പറഞ്ഞു. ദേഷ്യം വന്ന കച്ചവടക്കാരൻ ടിരിയനിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. എന്നിട്ട്
കുറച്ച് നാണയങ്ങൾ അവന് നേരെ എറിഞ്ഞുകൊടുത്തു. ഇതാ നിന്റെ ശമ്പളം തമാശക്കാരാ, ഇത് നിന്റെ ജീവിതാവസാനം വരെ ഉണ്ടാകും എന്ന് അയാൾ പറഞ്ഞു. മെരീനിലെ ഡേനറീസിന്റെ രാജകീയമായ കിടപ്പുമുറിയിൽ പട്ടുതുണികളുടെ സുഗന്ധം നിറഞ്ഞുനിന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ഡാരിയോയും ഡേനറീസും പരസ്പരം സംസാരിക്കുകയായിരുന്നു. മെരീനിലെ രാജാവ് എന്റെ ഈ തലയിണ അവകാശപ്പെടാൻ ഇനി എത്ര നാളുകളുണ്ട് എന്ന് ഡാരിയോ ചോദിച്ചു. വിഡ്ഢിത്തം പറയാതിരിക്കൂ, ഹിസ്ദാരിയുമായുള്ള എന്റെ വിവാഹം തികച്ചും രാഷ്ട്രീയപരമായ ഒന്നാണ്, അവനത് മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധിയുണ്ട് എന്ന് ഡേനറീസ് പറഞ്ഞു. സൺസ് ഓഫ് ദ ഹാർപ്പി അവരുടെ കൊലപാതകങ്ങൾ നിർത്തിയത് അവരുടെ നേതാവിനെ രാജാവാക്കിയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ദാരിയോ പറഞ്ഞു. നിനക്ക് അസൂയയാണോ എന്ന് അവൾ ചോദിച്ചു. ഒരുവൻ എനിക്ക് വെല്ലുവിളിയാണെന്ന് കരുതി അവനെക്കുറിച്ച് മോശം പറയാൻ മാത്രം തരം താഴ്ന്നവനാണ് ഞാൻ എന്ന് നീ കരുതുന്നുണ്ടോ എന്ന് അവൻ ചോദിച്ചു. അതെ എന്ന് അവൾ പറഞ്ഞു. ഡാരിയോ ഉറക്കെ ചിരിച്ചു. നീ പറഞ്ഞത് ശരിയാണ്, എന്റെ ലക്ഷ്യങ്ങൾ തികച്ചും സ്വാർത്ഥമാണ് എന്ന് അവൻ പറഞ്ഞു. അവർ വീണ്ടും പരസ്പരം ചുംബിച്ചു. അത് എന്നെ തെറ്റുകാരനാക്കുന്നില്ല എന്ന് അവൻ പറഞ്ഞു. നീ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഉള്ളിലെ ശത്രുക്കളോടും പുറത്തെ ശത്രുക്കളോടും ഒരേ സമയം യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ശത്രുക്കൾ വരുമ്പോൾ എനിക്ക് മെരീൻ നഗരത്തിന്റെ പിന്തുണ കൂടിയേ തീരൂ, എനിക്ക് വേറെ വഴിയില്ല എന്ന് ഡെനറീസ് പറഞ്ഞു. എല്ലാവർക്കും ഒരു വഴിയുണ്ടാകും, അടിമകൾക്ക് പോലും ഒരു വഴിയുണ്ട്, മരണമോ അടിമത്തമോ എന്ന് അവൻ പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നവൾ ചോദിച്ചു. പകരം നീ എന്നെ വിവാഹം കഴിക്കൂ എന്നവൻ പറഞ്ഞു. അങ്ങനെ ബുദ്ധിശൂന്യമായ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചാൽ പോലും എനിക്കത് കഴിയില്ല എന്നവൾ പറഞ്ഞു. എന്തുകൊണ്ട് കഴിയില്ല? നീ ഞങ്ങളുടെ റാണിയാണ്, നിനക്കിഷ്ടമുള്ളത് ചെയ്യാമെന്നവൻ പറഞ്ഞു. ഇല്ല, എനിക്ക് കഴിയില്ല എന്നവൾ പറഞ്ഞു. എങ്കിൽ ഈ മെറീനിൽ ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്ത ഒരേയൊരാൾ നീ മാത്രമാണ് എന്ന് ദാരിയോ പറഞ്ഞു. ഡെനറീസ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. റാണിയെ സേവിക്കാനാണ് ഞാൻ ഇവിടെയുള്ളത്, അല്ലാതെ ഉപദേശം നൽകാനല്ല എന്നെനിക്കറിയാം. എങ്കിലും ഒരു നിർദ്ദേശം കൂടി ഞാൻ മുന്നോട്ട് വെക്കട്ടെ എന്ന് അവൻ ചോദിച്ചു. തീർച്ചയായും എന്ന് അവൾ പറഞ്ഞു. പോരാട്ട മത്സരങ്ങൾ നടക്കുന്ന ആ വലിയ ദിവസം ഇവിടെയുള്ള എല്ലാ പ്രമാണിമാരെയും ബുദ്ധിമാന്മാരെയും അവിടെ വിളിച്ചുവരുത്തി അവരെ എല്ലാവരെയും കൂട്ടക്കൊല ചെയ്യണം എന്ന് ദാരിയോ പറഞ്ഞു. ഞാൻ റാണിയാണ്, അറവുകാരിയല്ല എന്ന് ഡെനറീസ് പറഞ്ഞു. ഭരണാധികാരികൾ എല്ലാവരും ഒന്നുകിൽ അറവുകാരായിരിക്കും, അല്ലെങ്കിൽ അറക്കാനുള്ള മാംസമായിരിക്കുമെന്ന് അവൻ പറഞ്ഞു. വിവാഹശേഷം കിടപ്പുമുറിയിലേക്ക് റാംസയും സാൻസായും നടന്നുകയറി. തിയോൺ അവർക്കായി വാതിൽ തുറന്നുകൊടുത്തു. നിങ്ങൾക്ക് സന്തോഷമായോ എന്ന് അവൻ ചോദിച്ചു. അതെ എന്ന് അവൾ തലയാട്ടി. നല്ലത്, നീ സന്തോഷമായി ഇരിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും നീ ഇപ്പോഴും ഒരു കന്യകയാണെന്ന് തന്റെ അച്ഛൻ പറഞ്ഞുവെന്നും അവൻ ചോദിച്ചു. അതെ എന്ന് അവൾ മറുപടി നൽകി. എന്തുകൊണ്ടാണ് നീ ഇപ്പോഴും കന്യകയായിരിക്കുന്നതെന്ന് അവൻ ചോദിച്ചു. കുള്ളന്മാരെ, നിനക്ക് പേടിയാണോ? ലോർഡ് ടിരിയൻ വളരെ നല്ലവനായിരുന്നെന്നും അദ്ദേഹം തന്നെ ഒരിക്കലും തൊട്ടിട്ടില്ലെന്നും അവൾ പറഞ്ഞു. നീ എന്നോട് നുണ പറയുകയല്ലല്ലോ എന്ന് അവൻ സംശയത്തോടെ ചോദിച്ചു. അല്ല പ്രഭോ എന്നവൾ പറഞ്ഞു. വിവാഹരാത്രിയിൽ സ്വന്തം ഭർത്താവിനോട് നുണ പറയുന്നത് ഒരു വിവാഹജീവിതം തുടങ്ങാൻ ഒട്ടും നല്ലതല്ലെന്ന് അവൻ പറഞ്ഞു. നമ്മളിപ്പോൾ ഭാര്യാഭർത്താക്കന്മാരാണെന്നും നമ്മൾ പരസ്പരം സത്യസന്ധരായിരിക്കണമെന്നും അവൻ പറഞ്ഞു. അതെ എന്ന് അവൾ സമ്മതിച്ചു. തുടർന്ന് അവൻ അവളെ ചുംബിച്ചു. ഇനി നിന്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റാൻ അവൻ ആജ്ഞാപിച്ചു. അവിടുന്ന് പോകാൻ തിരിഞ്ഞ തിയോണിനെ അവൻ തടഞ്ഞു നിർത്തി. നീ ഇവിടെ നിൽക്കൂ റീക്ക്, നീ ഇത് നോക്കിക്കാണണം എന്നവൻ പറഞ്ഞു. അവളോട് വസ്ത്രമഴിക്കാൻ താൻ രണ്ടാമതൊന്ന് പറയേണ്ടതുണ്ടോ എന്ന് അവൻ ഭീഷണിയുടെ സ്വരത്തിൽ ചോദിച്ചു. അവൾ ഭയത്തോടെ വസ്ത്രങ്ങൾ അഴിക്കാൻ തുടങ്ങി. തിയോൺ വാതിലടച്ചു. നീ അവളെ ചെറുപ്പം മുതൽ കാണുന്നതല്ലേ, ഇപ്പോൾ അവൾ ഒരു പൂർണ്ണ സ്ത്രീയായി മാറുന്നത് നീ നോക്കിക്കാണണമെന്ന് അവൻ വീണ്ടും റീക്കിനോട് പറഞ്ഞു. പെട്ടെന്ന് റാംസെ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും അവളെ കട്ടിലിലേക്ക് തള്ളിയിടുകയും ചെയ്തു. വസ്ത്രങ്ങൾ കീറുന്ന ശബ്ദവും അവൾ വേദന കൊണ്ട് പുളയുന്ന ശബ്ദവും ആ മുറിയിൽ മുഴങ്ങിക്കേട്ടു. തന്റെ കൺമുന്നിൽ നടക്കുന്ന ഈ കൊടുംക്രൂരത കണ്ട് ഒന്നും ചെയ്യാനാകാതെ കടുത്ത വേദനയോടെ തിയോൺ കണ്ണുനീർ വാർത്തു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.